ഒരു ചെറിയ സംഭവം പറയാം. എൻ്റെ പരിചയത്തിലുള്ള ഒരാൾക്ക് പൊതുവേദിയിൽ സംസാരിക്കാൻ വലിയ ഭയമായിരുന്നു. ഒരു യോഗത്തിൽ സ്വന്തം പേര് പറയാൻ എഴുന്നേൽക്കുമ്പോൾ പോലും കൈവിറയ്ക്കും. ഹൃദയമിടിപ്പ് കൂടും. വാക്കുകൾ മുറിഞ്ഞു പോകും. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ അദ്ദേഹം ആ ഭയത്തിൽ നിന്ന് ഓടിപ്പോയി. ഞാൻ സംസാരിക്കുന്ന ആളല്ല, എനിക്ക് വേദി പറ്റില്ല, ആരെങ്കിലും മറ്റൊരാൾ സംസാരിക്കട്ടെ, ഇങ്ങനെ ഓരോ അവസരവും ഒഴിവാക്കി. പക്ഷെ ഒരു ദിവസം അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഭയം പോയിട്ടില്ല. ഓരോ തവണയും ഒഴിഞ്ഞു മാറിയിട്ടും അത് അവിടെയുണ്ട്. വാസ്തവത്തിൽ അത് കുറയുകയല്ല, വളരുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം മറ്റൊരു തീരുമാനം എടുത്തു. ഭയത്തിൽ നിന്ന് ഓടിപ്പോകാതെ അതിൻ്റെ കൂടെ ജീവിക്കാൻ. ചെറിയ ഒരു യോഗത്തിൽ സംസാരിച്ചു. പിന്നെ 10 ആളുകളുടെ മുന്നിൽ, പിന്നെ 50 പേരുടെ മുന്നിൽ, പിന്നെ 100 കണക്കിന് ആളുകളുടെ മുന്നിൽ. ആദ്യ ദിവസങ്ങളിൽ ഭയമുണ്ടായിരുന്നു. പക്ഷെ ഓരോ തവണയും അദ്ദേഹം ഒരു കാര്യം പഠിച്ചു: ഭയത്തെ തോൽപ്പിക്കേണ്ടതില്ല, അതിൻ്റെ കൂടെ നടക്കാൻ പഠിച്ചാൽ മതി. നമ്മൾ പലപ്പോഴും കരുതുന്നത് ധൈര്യം എന്നത് ഭയമില്ലാത്ത അവസ്ഥയാണ് എന്നാണ്. അല്ല, ധൈര്യം എന്നത് ഭയമുണ്ടെങ്കിലും മുന്നോട്ട് പോകുവാനുള്ള തീരുമാനമാണ്. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ ജയിലുകൾ കല്ലും കമ്പിയും കൊണ്ട് നിർമ്മിച്ചതല്ല, അവ നമ്മുടെ മനസ്സിൽ നിർമ്മിക്കപ്പെട്ടതാണ്. എനിക്ക് കഴിയില്ല, ആളുകൾ എന്ത് വിചാരിക്കും, പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും, ഞാൻ ഒറ്റയ്ക്കായി പോയാൽ, ഈ ചിന്തകളാണ് പലരുടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഭയം ഒരു വികാരത്തിൽ നിന്ന് ഒരു ഭരണാധികാരിയായി മാറുന്നു. അത് തീരുമാനങ്ങൾ എടുക്കുന്നു, അത് വഴികൾ തിരഞ്ഞെടുക്കുന്നു, അത് സ്വപ്നങ്ങൾക്ക് അതിരുകൾ വരയ്ക്കുന്നു. നമ്മൾ അതിൻ്റെ തടവുകാരായി മാറുന്നു. പക്ഷേ ഭയത്തിന് ഒരു ദൗർബല്യമുണ്ട്. നിങ്ങൾ അതിനെ നേരിട്ട് നോക്കുന്ന നിമിഷം അതിൻ്റെ ശക്തി കുറയാൻ തുടങ്ങും. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ വലുപ്പം ചുരുങ്ങാൻ തുടങ്ങും. ഇരുട്ടിൽ ഒരു കയർ പാമ്പാണെന്ന് തോന്നാം. വെളിച്ചം തെളിയിച്ചാൽ അത് വെറും കയറാണെന്ന് മനസ്സിലാകും. പല ഭയങ്ങളും അങ്ങനെയാണ്. അവ യാഥാർത്ഥ്യത്തെക്കാൾ വലുതായി നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. എന്നാൽ ഭയത്തെ മറികടക്കാൻ മറ്റൊരു കാര്യം കൂടി ആവശ്യമാണ്: സ്വന്തം വ്യക്തിത്വം, തനതായ ശീലങ്ങൾ, വ്യക്തമായ അഭിപ്രായങ്ങൾ, ഈടുറ്റ ശൈലികൾ. കാരണം സ്വന്തം മൂല്യങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ള ഒരാളെ ഭയപ്പെടുത്തുക വളരെ ബുദ്ധിമുട്ടാണ്. കാറ്റ് ഏത് ദിശയിൽ വീശിയാലും ഓരോ ദിവസവും അഭിപ്രായം മാറുന്ന ആളുകൾക്ക് ലോകം ഭീഷണിയായി തോന്നും. എന്നാൽ താൻ ആരാണെന്ന് അറിയുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരം ജീവിത മരണ പ്രശ്നമല്ല. അവൻ എല്ലാവരെയും സന്തോഷിക്കാൻ ശ്രമിക്കില്ല. അവൻ സ്വന്തം മനസ്സാക്ഷിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. നമ്മൾ ഭയപ്പെടുന്നത് പരാജയത്തെയല്ല, പലപ്പോഴും മറ്റുള്ളവരുടെ വിധി എഴുത്തിനെയാണ്. നമ്മൾ ഭയപ്പെടുന്നത് അപകടത്തെയല്ല, നിരാകരണത്തെയാണ്. നമ്മൾ ഭയപ്പെടുന്നത് തെറ്റുകളെയല്ല, തെറ്റുകൾ മറ്റുള്ളവർ കാണുമോ എന്നതാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നാം മനസ്സിലാക്കും, എത്ര ശ്രമിച്ചാലും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ല, എല്ലാവരുടെയും അംഗീകാരം നേടാനും കഴിയില്ല. അപ്പോൾ ഒരു പുതിയ സ്വാതന്ത്ര്യം ജനിക്കും. ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരു ചോദ്യത്തിലേക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയം ഏതാണ്? ഒരു സംഭാഷണമാണോ? ഒരു തീരുമാനമാണോ? ഒരു സ്വപ്നമാണോ? ഒരു വേദിയാണോ? അതിൽ നിന്ന് ഓടിപ്പോകുന്നത് നിർത്തിയാൽ എന്ത് സംഭവിക്കും? ഒരുപക്ഷെ ഭയം ഉടനെ അപ്രത്യക്ഷമാകില്ല. പക്ഷേ നിങ്ങൾ ശക്തരാകാൻ തുടങ്ങും. കാരണം ഭയത്തെ ജയിക്കുന്നവർ അസാധാരണരല്ല, ഭയത്തിൻ്റെ കൂടെ ജീവിക്കാൻ പഠിച്ചവരാണ്. അവസാനം ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്: ഭയത്തിൽ നിന്ന് ഓടിയാൽ അത് പിന്തുടരും, ഭയത്തെ നേരിട്ടാൽ അത് വഴിമാറും. സ്വന്തം ശീലങ്ങളും സ്വന്തം നിലപാടുകളും സ്വന്തം വ്യക്തിത്വവും ഉറപ്പിച്ച ഒരാളെ പിന്നെ ഭയത്തിന് അധികകാലം ഭരിക്കാനാവില്ല. കാരണം അയാൾ ഭയത്തിൻ്റെ തടവുകാരനല്ല, സ്വന്തം ജീവിതത്തിൻ്റെ ഉടമയാണ്.